Meet the editors. സർക്കാർ കൂടെയുണ്ടോ എന്നാണ് ചോദ്യം. ചർച്ച തുടങ്ങും മുമ്പ് തന്നെ ഒരു കാര്യം പറയാം. എം.ആർ. അജിത് കുമാർ നാളെ DGP ആകും എന്ന തരത്തിലുള്ള വാർത്തകളല്ല നമ്മളടക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. DGP ആയി സ്ഥാനക്കയറ്റം നൽകാൻ സ്ക്രീനിംഗ് കമ്മിറ്റി ക്ലിയർ ചെയ്തവരുടെ പട്ടികയാണ് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത്. ആ പട്ടികയിലുള്ള പല പേരുകളിൽ ഒരാളാണ് എം.ആർ. അജിത് കുമാർ എന്നുള്ളത്. അത് വളരെ കൃത്യമായി തന്നെ നമ്മൾ പറയാം. ഏതെങ്കിലും തരത്തിൽ DGP ആയി സ്ഥാനക്കയറ്റം നൽകി എന്ന അടിസ്ഥാനത്തിലുള്ള ചർച്ചയല്ല നമ്മൾ നയിക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണനിലേക്ക് വന്നാൽ സർക്കാർ കൂടെയുണ്ടോ? നിശ്ചയമായും സർക്കാർ കൂടെയുണ്ട് എന്ന് മാത്രമല്ല, അത് ഇപ്പോൾ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല. സർക്കാർ എല്ലാ സമയത്തും എം.ആർ. അജിത് കുമാറിനോടൊപ്പം തന്നെയായിരുന്നു. അത് നിരവധിയായ സംഭവങ്ങളോട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി ഈ മന്ത്രിസഭാംഗങ്ങളെല്ലാം ഈ നവകേരള സദസ്സിന് ശേഷം കേരളത്തിലെ വിവിധ താലൂക്കുകളിലേക്ക് പോയി അദാലത്തുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് കരുതലും കൈത്താങ്ങും എന്നാണ്. യഥാർത്ഥത്തിൽ ആ പേര് ശരിക്കും പറഞ്ഞാൽ അന്വർത്ഥമാകുന്നത് അജിത് കുമാറിൻ്റെ കേസിലാണ്. തുടക്കം മുതൽ തന്നെ എന്തൊക്കെ കരുതലും കൈത്താങ്ങുമാണ് അജിത്തിന് ഈ സർക്കാർ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറായിട്ട് അജിത് കുമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണല്ലോ സ്വപ്ന സുരേഷ് ചില വെളിപ്പെടുത്തലുകൾ നടത്താൻ തീരുമാനിച്ചത്. ആ സമയത്ത് അദ്ദേഹം പാലക്കാട് യൂണിറ്റിലുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥരെ വിട്ട് സരിത്തിനെ അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ചെടുക്കുന്നു. ഇതുകൂടാതെ സ്വപ്ന സുരേഷിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ഒരു മാധ്യമപ്രവർത്തകനെ ഇടനിലക്കാരനായിട്ട് വിടുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയ ഒരാളാണ് അദ്ദേഹം. അന്ന് അത് വിവാദമായ സമയത്ത് അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. എന്നാൽ 4 മാസം കഴിഞ്ഞ് കൂടുതൽ കരുത്തനായി തിരിച്ചു വരുന്ന അജിത് കുമാറിനെയാണ് നമ്മൾ കണ്ടത്. എന്താണ് അദ്ദേഹത്തിന് കൊടുത്ത ചുമതല? ക്രമസമാധാനത്തിൻ്റെ ചുമതലയാണ്. സാധാരണഗതിയിൽ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയാണ് ഈ ക്രമസമാധാന ചുമതല അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുക. അങ്ങനെ ക്രമസമാധാന ചുമതലയുള്ള DGP ആണ് ഏറ്റവും പവർഫുള്ളായ DGP. ഇവിടെ ADGP ആയിരുന്ന അജിത് കുമാറിന് ക്രമസമാധാന ചുമതല നൽകിക്കൊണ്ട് അദ്ദേഹത്തെ കരുത്തനായി തിരിച്ചു കൊണ്ടുവന്നു പിണറായി സർക്കാർ തന്നെയാണ്. എങ്ങനെയാണ് അദ്ദേഹം പോലീസ് ഫോഴ്സിൽ അറിയപ്പെട്ടത്? സൂപ്പർ DGP എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ആ ഘട്ടം മുതൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു കരുതൽ അജിത്തിനോട് ഈ സർക്കാർ കാണിച്ചിട്ടുണ്ട്. അതെന്തുമാകട്ടെ, അത് സർക്കാരുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്, അവരുടെ താല്പര്യങ്ങളുമാണ്. എന്നാൽ അജിത് കുമാറിനെതിരെ വളരെ ശക്തമായ 3 ആരോപണങ്ങൾ ഉയർന്നിരുന്നല്ലോ പല ഘട്ടങ്ങളിൽ. മീറ്റ് ദി എഡിറ്റേഴ്സിൽ നമ്മളത് ചർച്ച ചെയ്തതാണ്. പൊതുസമൂഹം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്ത, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വളരെ ഗൗരവത്തോടുകൂടി പ്രതികരിച്ച കേസുകളായിരുന്നു. അതിലൊന്ന് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ തന്നെ ഭാഗമായിരുന്നപ്പോഴാണ് PV അൻവർ MLA എന്ന് പറയുന്ന CPM-ൻ്റെ സ്വതന്ത്ര MLA വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ എം.ആർ. അജിത് കുമാറിനെതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. അത് സ്വർണം പൊട്ടിക്കൽ അടക്കം പിന്നെ എന്താ പറയുക ക്രിമിനൽ എന്ന് വിളിച്ചുകൊണ്ട് കൊലപാതക കുറ്റമടക്കമുള്ള വലിയ ആരോപണങ്ങളാണ് അൻവർ അന്ന് വാർത്താസമ്മേളനം നടത്തി അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത്. എന്ന് മാത്രമല്ല ദാവീദ് ഇബ്രാഹിമാണ് അദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ എന്ന് വരെ പറഞ്ഞു വെച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം DGP അടക്കം വളരെ ഉന്നതരായ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ നടത്തുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? RSSൻ്റെ നേതാക്കളായിട്ടുള്ള ദത്താത്രേയ ഹൊസബളയുമായും രാം മാധവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച വ്യക്തിപരമായി അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതും അന്വേഷണ വിധേയമായിരിക്കുകയാണ്. അതുകൂടാതെയാണല്ലോ അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു, വീട് നിർമ്മിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ. അതിൻ്റെ മേളിൽ വിജിലൻസ് ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അന്വേഷണത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അന്വേഷണത്തിലൊന്നും ഒരു FIR പോലും ഇട്ടിട്ടില്ല, ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരു മെമ്മോ പോലും നൽകിയിട്ടില്ല. പ്രാഥമികമായ അന്വേഷണമാണ് ഈ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ആരോപണങ്ങൾ ഉണ്ടായ സമയത്ത് വളരെ ശക്തമായൊരു ആവശ്യം ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് തന്നെ ഉണ്ടായല്ലോ. എന്താണത്? ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? പിണറായി വിജയൻ LDF യോഗത്തിൽ പറഞ്ഞത് അതിനകത്ത് ഒരുപാട് സാങ്കേതികമായ കാര്യങ്ങളുണ്ട്, അന്വേഷണം നടക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാമെന്നാണ്. ആ LDF യോഗത്തിന് ശേഷം പുറത്തേക്ക് വന്നിട്ടുള്ള ഘടകകക്ഷികൾ പരസ്യമായിട്ടാണല്ലോ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ അജണ്ടയിൽ പോലും അജിത് കുമാറിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ആ ചർച്ച വന്നത് എന്നുള്ളത്. അതിനുശേഷം എത്ര ദിവസം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം AK സെൻ്ററിൻ്റെ പടി കയറി ഇറങ്ങി ഈ കാര്യത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രകാശ് ബാബു എത്ര ലേഖനങ്ങൾ എഴുതി. അതിനൊക്കെ അവസാനമാണല്ലോ ഒടുവിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. അപ്പോഴും നല്ല കരുതൽ തന്നെയാണ് ഈ സർക്കാർ അജിത് കുമാറിനോട് കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല ദത്താത്രേയ ഹൊസബളയുമായിട്ടുള്ള കൂടിക്കാഴ്ച 1 വർഷം മുമ്പ് നടന്നു. അതേക്കുറിച്ച് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കൃത്യമായ ഇൻ്റലിജൻസ് റിപ്പോർട്ട് സർക്കാരിനുണ്ടാകുന്നു. സർക്കാർ അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. അത്ര മോശപ്പെട്ട ഇൻ്റലിജൻസാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടുണ്ടാവണം. എന്നാൽ അതിൻ്റെ മുകളിൽ കണ്ണടക്കുകയാണുണ്ടായത്. പിന്നീട് പ്രതിപക്ഷ നേതാവ് ഈ വിഷയം പുറത്തു പറയുന്ന സമയത്ത് മാത്രമാണ്
അക്കാര്യത്തിലൊരു അന്വേഷണം ഉണ്ടാകുന്നത്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു സീറ്റ് BJPക്ക് പോകുന്നൊരു സാഹചര്യം തൃശ്ശൂരുണ്ടായി. അത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അവിടെ സുരേഷ് ഗോപി വിജയിച്ചു വന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത്തരം ഘടകങ്ങളൊക്കെ അവിടെ അനുകൂലമായിട്ട് BJPക്ക് അനുകൂലമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം അത്തരം സാഹചര്യം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് DGP എന്താ പറഞ്ഞത്? അക്കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് അജിത് കുമാർ എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ ഈ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തെ DGP ആയിട്ട് ഉയർത്തിയിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ സ്ക്രീനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആ സ്ക്രീനിംഗ് കമ്മിറ്റി ക്ലിയർ ചെയ്യുന്ന ആളുകളെ മന്ത്രിസഭ അംഗീകരിച്ച് മുകളിലേക്ക് വിട്ടാൽ പിന്നെ മുകളിൽ നിന്ന് കേന്ദ്ര സർവീസിൽ നിന്നാണ് ഒരു തീരുമാനം ഇങ്ങോട്ടേക്ക് ഉണ്ടാകുക. അപ്പോൾ അത്തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി വരാനിരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതൊക്കെ ഈ പറയുന്ന സർവീസിലിരിക്കുന്ന ആളുകൾക്ക് നല്ല അറിവാണ് ഇത്തരം കാര്യങ്ങളിനകത്തൊക്കെ. ഒരു മെമ്മോ കൊടുത്താൽ പോലും സ്ക്രീനിംഗ് കമ്മിറ്റിയിലേക്ക് ഈ പ്രശ്നം വരാൻ കഴിയില്ല. അതൊരു ബ്ലാക്ക് മാർക്കായിട്ട് വരും. ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് മാർക്കായിട്ട് വരും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റപത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് മാർക്കായിട്ട് വരും. അതൊന്നും സംഭവിക്കാതെ വളരെ കരുതലോടുകൂടി ഈ പറയുന്ന നടക്കാനിരിക്കുന്ന, ഇതിപ്പം ഒക്ടോബറിലാണ് ഈ അന്വേഷണങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നതാണ് എൻ്റെ ഓർമ്മ. ഇപ്പം നവംബർ ഡിസംബറിൽ എത്തുമ്പോഴത്തേക്കും സ്ക്രീനിംഗ് കമ്മിറ്റി കൂടുന്നു. ആ സ്ക്രീനിംഗ് കമ്മിറ്റി നടക്കുന്നതിന് ശേഷമാണ്, ഇനി ഒരു 6 മാസത്തിനുള്ളിൽ വന്നാൽ മതി കേട്ടോ. വിജിലൻസിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത്, വിജിലൻസ് ഈ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിൻ്റെ മൊഴി എടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇനിയിപ്പം വിജിലൻസിൻ്റെ അന്വേഷണമൊക്കെ ഇനി ഒരു 3 മാസം കൂടി കഴിഞ്ഞിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതിയാകും. അതിനിടയിൽ എന്തായാലും ഈ പറയുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഈ കാര്യം പിന്നെ അവരതിനകത്തൊരു ഒരു ക്ലിയർ സിഗ്നൽ കൊടുത്തിരിക്കുന്നു. അത് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഒരു തടസ്സവുമില്ലാതെ അദ്ദേഹത്തിന് DGP ആകാം. നാളെ അദ്ദേഹം DGP ആകുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരാളുടെ കാര്യത്തിലൊരു സർക്കാർ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് സർക്കാർ ജനങ്ങൾ കൂടി കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. ആ സർക്കാരിൻ്റെ സുതാര്യതയെ സംബന്ധിച്ചും സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ സംബന്ധിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരാൻ പാടില്ല പൊതുസമൂഹത്തിൽ. അത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സർക്കാരിൻ്റെ വിശ്വാസ്യത പോകും. അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഒരു കരുതൽ സർക്കാരിനുണ്ടാകണം. സർക്കാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നൊരു എന്നും കുന്നും അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയോ ഒന്നുമല്ല. ഒരു സർക്കാരും അങ്ങനെ എന്നും കുന്നും അധികാരത്തിൽ ഇരിക്കാറുമില്ല. അവർ അടുത്തടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്ക് പോയി ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത് ഈ പറയുന്ന അൻവറിൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ, അൻവറിൻ്റെ ആരോപണങ്ങളുടെ കാര്യത്തിനകത്തുള്ള അന്വേഷണമാണെങ്കിലും, അതുപോലെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും അക്കാര്യത്തിലൊക്കെ അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഞാൻ ഇതിനകത്ത് ആദ്യം മുതൽ തന്നെ ഈ പറയുന്ന ഹൊസബോളയുമായിട്ടും രാംമാധവുമായിട്ടും അജിത് കുമാർ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്ന ഒരാളാണ്. ഈ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള DGP ആണ് അദ്ദേഹം. ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണിത്. ആ സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ക്രമസമാധാന ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കുന്ന ഒരാൾ വ്യക്തിപരമായി RSSൻ്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനോട് വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. അത് ശരിയായ ഒരു കാര്യമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. വ്യക്തിപരമായി ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്താൻ പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനുമല്ല സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ളയാൾ. എന്ന് മാത്രവുമല്ല, ആ ചുമതല വഹിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളെ കൊണ്ടുപോയിട്ട് ദത്താത്രേയ ഹൊസബോളയെ കാണിച്ച ജയകുമാർ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് RSS ഇങ്ങനെ സിവിൽ സർവീസിലുള്ള ആളുകളെയും ഭരണരംഗത്തുള്ള പ്രമുഖരെയൊക്കെ ആയിട്ട് ചർച്ചകൾ നടത്താറുണ്ട്, അതിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട് എന്ന് അദ്ദേഹം തന്നെ വളരെ പരസ്യമായിട്ട് ജയകുമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പോകേണ്ട ഒരാളാണോ അജിത് കുമാർ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതാണ് CPIയുടെ നേതാവായിട്ടുള്ള പ്രകാശ് ബാബു വളരെ രാഷ്ട്രീയമായി ഉന്നയിച്ച ചോദ്യം എന്ന് പറയുന്നത്. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച നടത്താൻ പാടില്ല എന്നുള്ളത്, അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള നിലപാട്. അത് രാഷ്ട്രീയമായിട്ട് അക്കാര്യത്തിൽ ഒരു തെറ്റുണ്ട്. അതിനെ CPM പോലും ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ വിശദീകരിച്ചത് അതൊരു വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെന്നുള്ള രീതിയിലാണ്. ആ അർത്ഥത്തിൽ വ്യക്തിപരമായ കൂടിക്കാഴ്ച നടത്താൻ പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനോ അല്ല അജിത് കുമാർ. ആ നിലപാടിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. അക്കാര്യത്തിൽ ഈ സർക്കാർ എന്ത് ന്യായം പറഞ്ഞാലും CPM എന്ത് ന്യായം പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാര്യമല്ല. അതൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള മൂവാണ്. അതിന് ഒരു കാരണവശാലും അനുകൂലിച്ചുകൂടാ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ എന്ന കാര്യം നമ്മൾ ഓർക്കാതെ പോകരുത്. മറ്റ് സാങ്കേതികത്വമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിന് മെമ്മോ ഇല്ല, അല്ലെങ്കിൽ കുറ്റപത്രമില്ല, FIR ഇല്ല, നിങ്ങളുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ക്ലിയർ ചെയ്തോളൂ. പക്ഷേ ഈ പ്രശ്നത്തിനകത്ത് ഇതൊരു വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടും അജിത് കുമാറിൻ്റെ റോൾ വളരെ ഡ്യൂബിയസ് ആണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്തരം ആരോപണങ്ങൾ നേരിടുന്ന ഒരാളോട് ഇടതുപക്ഷ സർക്കാർ ഇത്തരത്തിലുള്ള കരുതൽ കാണിക്കണോ, കൈത്താങ്ങായി നിൽക്കണോ എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നാൽ അതിന് മറുപടി പറയാൻ സർക്കാരിന് ബാധ്യതയുണ്ട്, ഭരിക്കുന്ന CPMനും ബാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊക്കെയാണ് വളരെ സുതാര്യവും ഇൻറ്റഗ്രിറ്റിയോടുകൂടിയുമുള്ള ഒരു സർക്കാരിൻ്റെ പ്രവർത്തനത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുക. അപ്പോഴൊക്കെയാണ്. അപ്പോൾ അതിനൊരു മാതൃകയാകേണ്ടതായിരുന്നു. അത്തരത്തിലുള്ള മാതൃക ഇവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യവും അത് പതിവുപോലെ തന്നെ ഈ പറയുന്ന അജിത്തിൻ്റെ കാര്യത്തിനകത്ത് തുടക്കം മുതൽ തന്നെ പുലർത്തിപ്പോരുന്നൊരു കരുതലും ഒക്കെ ഇപ്രാവശ്യവും കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ആ നിലപാട്, സർക്കാർ എടുത്തിട്ടുള്ള അത്തരമൊരു നിലപാടിനോട് എനിക്ക് വിയോജിപ്പുമുണ്ട്. സ്മൃതി, സർക്കാരിൻ്റെ കരുതൽ പല ഘട്ടങ്ങളിലും ADGP MR അജിത് കുമാറിനുണ്ടായിരുന്നു.
പക്ഷേ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി പരിഗണിച്ച പേര് മന്ത്രിസഭ അംഗീകരിക്കുന്നത് കേവലം സാങ്കേതികമായ ഒരു നടപടിക്രമം മാത്രമാണോ? അതിലൊരു പ്രത്യേകിച്ചൊരു കരുതലുണ്ടോ? യഥാർത്ഥത്തിൽ ഇന്ന് ഈ മന്ത്രിസഭായോഗം അടിയന്തരമായി പരിഗണിക്കേണ്ട ഒരു വിഷയമേ ആയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ഇതിൻ്റെ ആ ചട്ടം നോക്കാം. 4 DGP പോസ്റ്റുകളാണ്, റാങ്കുകളാണ് യഥാർത്ഥത്തിൽ സ്റ്റേറ്റിന് കൊടുക്കുക. ഇപ്പോൾ ലീവിലായിരുന്ന നിതിൻ അഗർവാൾ വന്നതുകൊണ്ട് അത് 5 ആയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ നോക്കുമ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് നിതിൻ അഗർവാളാണ് സീനിയറായി നിൽക്കുന്നത്. അദ്ദേഹം കേന്ദ്രത്തിൽ തിരിച്ചു വന്നു. പിന്നെ റോഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷണറാണ് ഇപ്പോൾ അദ്ദേഹം. അടുത്തത് A. പത്മകുമാറാണ്. അദ്ദേഹം ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂയുടെ ചുമതലയാണ്. അടുത്തത് ദർവേഷ് സാഹിബാണ്. അദ്ദേഹം സ്റ്റേറ്റ് പോലീസ് ചീഫാണ്. അടുത്തത് സഞ്ജീവ് കുമാർ പട്ജോഷിയാണ്. അങ്ങനെ യോഗേഷ് ഗുപ്തയും DGP വിജിലൻസ് ഡയറക്ടറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ 5 പേരുണ്ട്. ഇതിൽ ഈ ഡിസംബർ 31 സഞ്ജീവ് കുമാർ പട്ജോഷി റിട്ടയർ ചെയ്യും. അതിനുശേഷം 2025 ഏപ്രിൽ 30 പത്മകുമാർ റിട്ടയർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും അതിലേക്ക് വരേണ്ടത് 94 ബാച്ചിലെ മനോജ് എബ്രഹാമാണ്. അപ്പോൾ മനോജ് എബ്രഹാം ആ സമയത്ത് വരും. പിന്നെ വേക്കൻസി വരുന്നത് ഷെയ്ഖ് ദർവേഷ് സാഹിബ് റിട്ടയർ ചെയ്യുമ്പോഴാണ്, അതായത് 2025 ജൂൺ 30. ആ സ്ഥാനത്ത് അജിത് കുമാറിന് സാധ്യതയുണ്ടെങ്കിൽ അപ്പോഴാണ് ആ സാധ്യത. അത് എപ്പോഴായിരിക്കും? സുരേഷ് രാജ് പുരോഹിത് ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയിട്ടുണ്ട്. അത് ആ ഡെപ്യൂട്ടേഷൻ എന്നുള്ളത് ഇപ്പോൾ 7 വർഷം കഴിയുകയാണ്. അതിലപ്പുറത്തേക്ക് കൂട്ടാൻ സാധ്യതയില്ല സാധാരണഗതിയിൽ. കാരണം പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കുറച്ചേ ഉള്ളൂ സമയം. അപ്പോൾ ഇങ്ങോട്ട് വന്ന് DGP ആയി റിട്ടയർ ചെയ്യാനാണ് സാധാരണഗതിയിൽ സാധ്യത. അപ്പോൾ അദ്ദേഹം വന്നില്ല എങ്കിൽ മാത്രമാണ് ഇപ്പോൾ അവിടെ ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ അജിത് കുമാറിന് സാധ്യത. അങ്ങനെയാണെങ്കിൽ ആ സാധ്യത എപ്പോഴാണ് വരുന്നത്? 2026 നിതിൻ അഗർവാൾ പോയ ശേഷമേ ആ സാധ്യതയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ 2026 പരിഗണിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു മന്ത്രിസഭായോഗത്തിൻ്റെ ഒരു തീരുമാനം വരുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ആ കരുതലിൻ്റെ ശക്തിയാണത്. ഇപ്പോൾ എന്തിനാണ് ഒരന്വേഷണമല്ലോ, 3 തരത്തിലുള്ള അന്വേഷണങ്ങളല്ലേ നടക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കുന്നു? RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ വിജിലൻസ് അന്വേഷണം, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണം, ഇതൊക്കെ നടക്കുകയാണ്. ADGPയുടെ മൊഴി DGP എടുത്തത് നമ്മൾ കണ്ടതാണ്. മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുക്കൽ. ഇപ്പോൾ പറയുന്നത് വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി ഇപ്പോൾ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. കാരണം എന്താണ്? ഇപ്പോൾ അന്വേഷണം നടക്കുന്നേയുള്ളൂ. അന്വേഷണത്തിൽ ഒരു വിരുദ്ധ റിപ്പോർട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് DGP ആവാൻ തടസ്സങ്ങളില്ല എന്നാണ് ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വൺസ് DGP ആയ ശേഷമാണ് ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതെങ്കിൽ DGP റാങ്കിൽ നിന്ന് അദ്ദേഹത്തെ താഴെ ഇറക്കാൻ പറ്റില്ല. അദ്ദേഹം DGP തന്നെ തുടരും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അജിത് കുമാറിൻ്റെ കാര്യത്തിലുള്ള കരുതൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. സാങ്കേതികത്വം അവിടെ പറയാം. തുടക്കം മുതൽ ഇതിൻ്റെ രാഷ്ട്രീയമാണ് മുന്നണിയിൽ ഉന്നയിക്കപ്പെടുന്നത്, അല്ലേ? തുടക്കം മുതൽ ഇതിൻ്റെ രാഷ്ട്രീയം ഉന്നയിക്കപ്പെടുന്നു. ഘടകകക്ഷികളായ CPI ഈ കാര്യം പറയുന്നു. LDF യോഗത്തിൽ ഇത് വർഗീസ് ജോർജ് കാര്യമായി അവതരിപ്പിക്കുന്നു. CPI മുഖപത്രത്തിൽ ലേഖനം വരുന്നു. പ്രകാശ് ബാബുയുടെ ലേഖനം വരുന്നു. ബിനോയ് വിശ്വം പുറത്ത് പ്രതികരിക്കുന്നു. ഇതിൽ രാഷ്ട്രീയ നിലപാട് വേണം. സർക്കാരിൻ്റെ ഇടത് നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന് ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്ന് പറയുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നത് എത്ര വൈകിട്ടാണ്, എത്ര വിമർശനങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ മാറ്റുന്നത്. 6/10/2024 ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത്. ഇപ്പോൾ ആംഡ് ബറ്റാലിയൻ്റെ ചുമതല മാത്രമാണ് അദ്ദേഹത്തിന് ഉള്ളത്. പക്ഷേ തുടക്കം മുതൽ അദ്ദേഹത്തിന് അനുകൂലമായി നിന്നുകൊണ്ട് എടുത്ത കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. DGP അദ്ദേഹത്തിന് മൊഴിയെടുക്കുന്ന സമയത്ത് തന്നെ ഈ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച അത് സ്വകാര്യ സന്ദർശനമാണ് എന്ന് പറയുമ്പോൾ അതിൽ വ്യക്തതയില്ല. ആ കൂടിക്കാഴ്ചയുടെ വിശദീകരണത്തിൽ വ്യക്തതയില്ല എന്ന റിപ്പോർട്ട് നൽകുന്നുണ്ട്. ആ റിപ്പോർട്ട് പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട VS സുനിൽകുമാറാണല്ലോ അതിന്മേൽ വിവരാവകാശ രേഖ പ്രകാരം വിവരങ്ങൾ തേടിയത്. അതിന്മേൽ ഒരു കൃത്യമായ വിവരം നൽകിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പൂരം കലക്കിയിട്ടില്ല എന്ന് പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞു. അതിൽ CP എടുക്കുന്ന നിലപാട് നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയ മറുപടി ഇക്കാര്യത്തിൽ RSS ADGP കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ നിലപാട് മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ ഘട്ടം വരെയും വന്നിട്ടില്ല. ADGP സ്ഥാനത്ത് നിന്ന് ആ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ മാറ്റാൻ കഴിയില്ല. അതിൽ ഒരുപാട് സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്നാണ് ഒരു ദീർഘമായ വാർത്താ സമ്മേളനത്തിൽ അന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. RSS ADGP കൂടിക്കാഴ്ച ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആദ്യം ചൂണ്ടിക്കാണിച്ചത് പ്രതിപക്ഷ നേതാവാണ്. പിന്നീട് CPM-ൽ നിന്നും അകന്ന PV അൻവർ തുടർച്ചയായി അജിത് കുമാറിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു. അതിലൊന്നും തന്നെ മറുപടി ഉണ്ടായിട്ടില്ല. ഒരു ഘട്ടത്തിൽ ഗൗരവത്തിലുള്ളതാണ് ആ വിമർശനങ്ങളെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന്മേലുള്ള അന്വേഷണം, അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള വിഷയങ്ങളിലെ അന്വേഷണം അവിടെ നിൽക്കുന്നു. നേരത്തെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്ന് അമിതാവേശം കാണിച്ചതാണ്. അന്ന് തന്നെ അത് വലിയ
രീതിയിൽ വിവാദമായതാണ്. എല്ലാ ഘട്ടങ്ങളിലും എന്തുകൊണ്ട് അജിത് കുമാറിന് മുഖ്യമന്ത്രി സംരക്ഷണം തീർക്കുന്നു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇത്രത്തോളം വിമർശനം മുന്നണിക്കകത്തു നിന്ന് വന്നിട്ടും പരസ്യമായും അകത്തും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും എന്തുകൊണ്ട് ആ സംരക്ഷണം ഒരുക്കുന്നു എന്നതിൽ ചോദ്യം ശക്തമായി ഉയരുമ്പോഴാണ് ADGP വഴി എന്തെങ്കിലും സഹായം ഈ തരത്തിൽ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നുണ്ടോ എന്ന സംശയം രാഷ്ട്രീയമായി ഉയരുന്നത്. അത് വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. CPI അത് പുറത്തേക്ക് പറയുന്നില്ല, പക്ഷേ അത് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷമാണല്ലോ ഈ മലപ്പുറം പരാമർശങ്ങൾ വരുന്നത്, അതിൽ മുഖ്യമന്ത്രിയുടെ മറുപടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയുണ്ട്, ആ സംഭവവികാസങ്ങളുടെ ഒരു തുടർച്ചയുണ്ട്. ഇപ്പോൾ ഈ 2026 മാത്രം പരിഗണിക്കേണ്ട, അതായത് പ്രതികൂലമായ റിപ്പോർട്ടുണ്ടെങ്കിൽ സാധ്യമാകാത്തതും അനുകൂലമായ റിപ്പോർട്ട് വന്നാൽ മാത്രം സാധ്യമാകുന്നതുമായ ഒരു കാര്യം ഈ മന്ത്രിസഭായോഗത്തിൽ തിരക്കിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ കാര്യം എന്താണ്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് മനോരമയിലെ പ്രധാനപ്പെട്ട തലക്കെട്ടായിരുന്നു DGP ആകാൻ അജിത് കുമാറിന് തടസ്സങ്ങളില്ല എന്ന വാർത്ത. അപ്പോൾ ആ വാർത്ത വന്ന ഘട്ടത്തിൽ അത് അങ്ങനെ തടസ്സങ്ങളില്ല എന്നുള്ളത് ഒന്ന്, അതിനുശേഷം തടസ്സങ്ങളുണ്ട് എന്നുള്ള പിന്നീട് ഒരു പത്രവാർത്ത വരുന്നു. അപ്പോൾ ഒരു തടസ്സമില്ല എന്നും ഈ ഞങ്ങളുടെ പരിഗണനയിലുണ്ട് എന്നും കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ADGP അജിത് കുമാറിന് പൂർണ്ണമായും ഒരു കൂടെയുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണോ സർക്കാർ ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരും. മുഖ്യമന്ത്രിയുടെ സംരക്ഷണം എല്ലാ കാലത്തും അജിത് കുമാറിനൊപ്പമുണ്ട്. ഒരു വിമർശനം പോലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിട്ടില്ല. കാരണം BJP വിരുദ്ധ പരാമർശങ്ങൾ, RSS വിരുദ്ധ പരാമർശങ്ങളൊക്കെ ആവർത്തിച്ച് നടത്തുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ മൊഴിയെടുക്കൽ നടന്നു, RSS നേതാക്കളുടെ പ്രതികരണം വന്നു, ഞങ്ങളിങ്ങനെ IAS IPS ഉദ്യോഗസ്ഥരെയൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഈ തരത്തിൽ പിന്നീട് റാങ്ക് മാറ്റം സാധ്യമാകാൻ വേണ്ടി, കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി RSSന്റെ ഒരു ഇടനില പല ഉദ്യോഗസ്ഥരും തേടാറുണ്ട്. അത്തരം കൂടിക്കാഴ്ചകൾ വളരെ സ്വാഭാവികമായി എടുത്തുകൊണ്ടാണ് പറയുന്നത്. അതൊരു അസ്വാഭാവിക കൂടിക്കാഴ്ചയാണ്. അതിൽ സാങ്കേതികമായ ഒരു പക്ഷേ നടപടികളൊന്നും എടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലായിരിക്കാം. ആ സാങ്കേതികത്വമാണല്ലോ ഇപ്പോൾ ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയും പറഞ്ഞിരിക്കുക. ആ സാങ്കേതികത്വം ഉദ്യോഗസ്ഥർക്ക് പറയാം, പക്ഷേ മുഖ്യമന്ത്രിക്ക്, ഇടത് നേതാക്കൾക്ക്, ഇടത് സർക്കാരിന് ആ സാങ്കേതികത്വം പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ തുടർച്ചയായി നടന്നു വന്ന സംഭവവികാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിൻ്റെ ഭാവി എന്ത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സംരക്ഷണം ആര് വഴിയാണ്, എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഒരു ആവശ്യമില്ല ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഈ വിഷയം പരിഗണിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 2026 കാര്യമാണെന്ന് ഓർക്കണം. ഓക്കെ, ഈ വിഷയം ഇന്ന് മന്ത്രിസഭ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാര്യം അതിനകത്തൊരു സാങ്കേതികത്വം ഉള്ളതുകൊണ്ടാണ്. മുൻകാലങ്ങളിൽ ADGP MR അജിത് കുമാറിനെ ഈ സർക്കാർ സംരക്ഷിച്ചിട്ടുണ്ട്. വിശിഷ്യ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് MR അജിത് കുമാറിൽ ഒരു അമിതമായിട്ടുള്ള വിശ്വാസമുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും. അവിടെ MR അജിത് കുമാർ രാജാവിനേക്കാൾ വലിയ രാജഭക്തി അദ്ദേഹം വിജിലൻസ് ഡയറക്ടറായിരിക്കുന്ന സമയത്ത് സ്വപ്ന സുരേഷിനെയും ഷാജ് കിരണിനെയും ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ ചില ഇടപെടലുകൾ നടത്തി. അത് വഴിവിട്ട ഇടപെടലുകളായിരുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ഒടുവിൽ അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നു. താരതമ്യേന അപ്രധാനമായ പോസ്റ്റിലേക്ക് മാറ്റിയെങ്കിലും അതിനുശേഷം വർദ്ധിത വീര്യത്തോടുകൂടി ലോ ആൻഡ് ഓർഡറിലേക്ക്, ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGPയെ തിരിച്ചു വരുന്ന MR അജിത് കുമാറിനെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം PV അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിലും MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ തുടർന്നു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം ആദ്യവാരത്തിലാണ് കോട്ടയത്ത് വെച്ച് നടന്ന പോലീസ് അസോസിയേഷൻ പരിപാടിയിൽ മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അച്ചടക്ക ലംഘനം നടത്തിയത് ആരാണെങ്കിലും അത് വെച്ചു പുറപ്പിക്കില്ല എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അതിനുശേഷമാണ് പുഴുക്കുത്തുകളെ പുറത്തു കളയും എന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അതിനുശേഷം പിന്നീട് സെപ്റ്റംബർ മാസത്തിൽ തന്നെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഒക്ടോബർ മാസം ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ ത്രിതല അന്വേഷണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ചുമതലയിലുള്ള ലോ ആൻഡ് ഓർഡർ പദവി എടുത്തു കളഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ആംഡ് ബറ്റാലിയന്റെ മാത്രം ADGP ആയി മാറ്റുകയും ചെയ്യുന്നു. ഇവിടം വരെയും ADGP MR അജിത് കുമാറിന് ചില പരിഗണനകൾ ഒരുപക്ഷെ അർഹിക്കുന്നതിലും അധികം വലിയ പരിഗണനകൾ കിട്ടിയിട്ടുണ്ട്. DGP സെൻകുമാറിനോടുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നില്ല ADGP MR അജിത് കുമാറിനോട് ഉണ്ടായിരുന്നത്. ഒരാൾ കടുത്ത RSS പക്ഷത്തേക്ക് പോയ ഒരാൾ, മറ്റൊരാൾ RSS പക്ഷത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള രണ്ടു നേതാക്കളെ 3 ഘട്ടങ്ങളിലായി കണ്ട ADGP. ഈ രണ്ട് വ്യത്യാസമേ അവിടെയുള്ളൂ. അപ്പോൾ RSSുമായി ഒരു ഇൻഫോർമൽ ബന്ധമോ അല്ലെങ്കിൽ സൗഹൃദ സന്ദർശനമോ നടത്തിയ ഒരാളെ ഒരു ഇടതുപക്ഷ സർക്കാരിൽ പ്രധാനപ്പെട്ട ചുമതലയിൽ നിർത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചത് CPI ആണ്. CPIയുടെ മുഖപത്രത്തിൽ പലതവണ പ്രകാശ് ബാബു ലേഖനം എഴുതിയിട്ട് നമ്മൾ കണ്ടു. ഈ വിഷയത്തിൽ CPI കർശന നിലപാടെടുത്തു. CPI മുഖ്യമന്ത്രിയോട് ഇദ്ദേഹത്തെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടു. ഒടുവിൽ മുഖ്യമന്ത്രി അതിന് വഴങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ അപ്പോഴും ഇത് എന്തുകൊണ്ടാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഇത് അംഗീകരിച്ചത്? നോക്കൂ, പരക്കെ ഒരു തെറ്റിദ്ധാരണ പൊതുവെ മാധ്യമലോകം സൃഷ്ടിച്ചിരിക്കുന്നത്
DGP-ആയി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നുവെന്നാണ്. അങ്ങനെയല്ല. DGP-ആയി സ്ഥാനക്കയറ്റം നൽകുന്ന ഒരു ലിസ്റ്റ് എപ്പോഴാണ് ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി പരിഗണിക്കുക? ഞാൻ അത് ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പറയാം. സ്ക്രീനിംഗ് കമ്മിറ്റി ഉൾപ്പെട്ടിരിക്കുന്നത് ചീഫ് സെക്രട്ടറി ഉണ്ട്, അതേപോലെ ആഭ്യന്തര സെക്രട്ടറി ഉണ്ട്, ഒപ്പം വിജിലൻസ് ആൻഡ് കറപ്ഷൻ ഡയറക്ടർ ഉണ്ട്, വിജിലൻസ് ഡയറക്ടർ ഉണ്ട്, DGP ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി. അപ്പോൾ ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് നിലവിൽ ADGP-മാരിൽ നിന്ന് DGP-ആയി സ്ഥാനക്കയറ്റം നൽകാൻ സീനിയോറിറ്റിയുടെ കൂടി അടിസ്ഥാനത്തിലുള്ള ഒരു പട്ടിക തയ്യാറാക്കുന്നത്. ഈ പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലൊരു മെമ്മോ അല്ലെങ്കിൽ ഒരു ചാർജ് ഷീറ്റ്, ഏതെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടെങ്കിൽ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് ആ പേര് പരിഗണിക്കാൻ കഴിയില്ല. നിലവിൽ MR അജിത് കുമാറിനെതിരെ 3 അന്വേഷണം നടക്കുന്നുണ്ട്. അതിലൊന്ന് വിജിലൻസ് നടത്തുന്ന അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിവരമാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അന്നു തന്നെ പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് ആ വിഷയത്തിൽ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കിട്ടും. കാരണം അതിൽ അനധികൃത സ്വത്ത് സമ്പാദനം ഇല്ല എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പ്രോപ്പർട്ടിയും അദ്ദേഹത്തിൻ്റെ വരുമാനവും എല്ലാം കൂടി വെച്ചുകൊണ്ടൊരു കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ട്. അതിൽ വലിയ കഴമ്പ് ഞാൻ കാണുന്നില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊട്ടിക്കൽ സംഘത്തിൻ്റെ ഭാഗമായിരുന്നുവെന്നാണ്. തെളിവിൻ്റെ ഒരു കണിക പോലും ഇന്നേ വരെ ഈ MR അജിത് കുമാറിനെതിരെ PV അൻവറിനോ പ്രതിപക്ഷത്തെ ഒരു അംഗത്തിനോ ഉന്നയിക്കാനും സാധിച്ചിട്ടില്ല. പോലീസിൻ്റെ അന്വേഷണത്തിന് കണ്ടെത്താനും സാധിച്ചിട്ടില്ല. മൂന്നാമത്തേതാണ് തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അന്വേഷണം. ആ അന്വേഷണത്തിൽ DGP തന്നെയാണ് സ്ഥലത്തുണ്ടായിരുന്ന MR അജിത് കുമാർ കൃത്യവിലോപം വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്നത്. എന്നാൽ അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന വിശദീകരണം എന്താണെന്ന് നമുക്കറിയില്ല. അതിൽ മറ്റന്വേഷണങ്ങൾ ത്രിതല സമിതിയാണ് പരിശോധിക്കുന്നത്. ഇനി നാലാമത്തെയാണ് നമ്മൾ പറഞ്ഞ RSSുമായി ബന്ധപ്പെട്ട സന്ദർശനം. അതൊരു രാഷ്ട്രീയ വിഷയമാണ്. ഇടതുപക്ഷത്തെ സർക്കാരിന് ക്രമസമാധാന പാലനം പോലെ വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു ADGP-യെ ആ സ്ഥാനത്തിരുത്തി RSSന്റെ നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് നിയോഗിച്ചു എന്നൊരു വാർത്ത വരുന്നത് ഒട്ടും രാഷ്ട്രീയമായി സ്വീകാര്യമായ ഒന്നായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് മാറ്റി. പക്ഷേ RSS നേതാക്കളെ കണ്ടു എന്നതിൻ്റെ പേരിൽ ഒരു മെമ്മോ കൊടുക്കാനോ ഏതെങ്കിലും തരത്തിൽ FIR ഇടാനോ ചാർജ് ഷീറ്റ് ഉൾപ്പെടുത്താനോ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ MR അജിത് കുമാറിനെതിരെ ചാർജ് ഷീറ്റ് കൊടുക്കാവുന്ന, FIR ഇടാവുന്ന, മെമ്മോ കൊടുക്കാവുന്ന ഒരു കേസും അസച്ച് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിക്കുമ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിശോധനയിൽ അപേക്ഷകരായിട്ടുണ്ടായിരുന്നത് ആരൊക്കെയാണ്? ഒന്ന് S ശ്രീജിത്താണ്, മറ്റൊന്ന് വിജയ് സാഖറെയാണ്, മറ്റൊന്ന് MR അജിത് കുമാറാണ്, മറ്റൊരാൾ സുരേഷ് രാജ് പുരോഹിതാണ്, മറ്റൊന്ന് മനോജ് എബ്രഹാമാണ്. ഇവർ പരിഗണിക്കുമ്പോൾ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ 94 ബാച്ചായ മനോജ് എബ്രഹാം വരുന്നു, 95 ബാച്ചായ MR അജിത് കുമാർ വരുന്നു, അതിനുശേഷം അതിന് തൊട്ട് മുമ്പ് സുരേഷ് രാജ് പുരോഹിതം വരുന്നു. ഇനി എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചത്? ഈ വരാൻ പോകുന്ന DGP ഒഴിവിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റ് ക്ലിയർ ചെയ്യുകയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയ്തത്. അത് ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭാ യോഗത്തിന് അംഗീകരിക്കാതിരിക്കാൻ കഴിയുമോ? കഴിയില്ല. കഴിയണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ കാരണം ചൂണ്ടിക്കാണിക്കണം. അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസ് പോകും. പ്രത്യേകിച്ച് മന്ത്രിസഭ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു സ്ഥാനക്കയറ്റം ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി നിയോഗിച്ച് അല്ലെങ്കിൽ ഉറപ്പു നൽകുന്ന ഒരു സ്ഥാനക്കയറ്റം അംഗീകരിക്കുക എന്നുള്ളത് മാനദണ്ഡപ്രകാരമുള്ള ഒരു നടപടിക്രമം മാത്രമാണ്. അത് മാത്രമാണ് ഇന്ന് അവിടെ നടന്നിരിക്കുന്നത്. ഇനി അതിലെന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ രാവിലെ ഈ ADGP-ആയ MR അജിത് കുമാർ DGP ആവുമോ? ഇല്ല. അടുത്ത വർഷമാകുമോ? അടുത്ത വർഷവും ആവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് സർവീസിൻ്റെ സീനിയോറിറ്റി പ്രകാരം അങ്ങനെയാണ് നിശ്ചയിക്കുക. കാര്യം സ്റ്റേറ്റ് പോലീസ് ചീഫിനെ നിശ്ചയിക്കുമ്പോൾ നിലവിലുള്ള 3 DGP-മാരുടെ ഒരു ലിസ്റ്റ് കൊടുക്കണം. ആ ലിസ്റ്റിൽ നിന്ന് വേണം UPSC ഒരു അപ്പോയിൻമെൻറ്റ് നടത്തണം, UPSC ക്ലിയറൻസ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന UPSC ക്ലിയറൻസിൽ നിന്ന് വേണം സ്റ്റേറ്റ് പോലീസ് ചീഫിനെ തീരുമാനിക്കാൻ. അങ്ങനെ കൊടുക്കുമ്പോൾ നിലവിൽ എത്ര DGP-മാരുണ്ട്, എത്ര ഒഴിവുകളുണ്ട്, പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന അടുത്തതായിട്ട് ആ പട്ടികയിൽ വരാൻ പോകുന്നവരുടെ ലിസ്റ്റുകളെല്ലാം ഇവിടെ വേണം. ആ ലിസ്റ്റുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ക്ലിയറൻസ് വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്ലിയറൻസ് വരാനുള്ള കാരണം? ഈ 31-ാം തീയതി ഒരു DGP വിരമിക്കും. നമുക്ക് 4 DGP-മാരാണല്ലോ ഇവിടെയുള്ളത്. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ നമ്മുടെ കോട്ട കേരളത്തിൽ 4 DGP-മാരാണ്. നിതിൻ അഗർവാളിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സെപ്ഷൻ അവസാനിക്കുകയാണ്. അപ്പോൾ 4 DGP-മാരെ കേരളത്തിലുണ്ടാവും. അതിൽ ഉള്ള DGP-യിൽ ഒരാളാണ് സഞ്ജീവ് കുമാർ പട്ജോഷി. സഞ്ജീവ് കുമാർ പട്ജോഷി ഡിസംബർ 31-ന് വിരമിക്കും. ആ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് ഇപ്പോൾ അഡീഷണൽ DGP ആയിരിക്കുന്ന, ടെമ്പററി DGP ആയിരിക്കുന്ന, BSFൻ്റെ മേധാവി സ്ഥാനത്ത് നിന്നും കേരള കേഡറിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്ന നിതിൻ അഗർവാളാണ്. അപ്പോൾ നിതിൻ അഗർവാൾ ആയിരിക്കും ജനുവരി 1-ാം തീയതി മുതൽ DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഈ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ. അപ്പോഴും MR അജിത് കുമാർ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല. ആ MR അജിത് കുമാറിന് മുകളിൽ 2 പേരുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ അടുത്ത വേക്കൻസി വരാൻ പോകുന്നത് 2024 ഏപ്രിൽ മാസത്തിൽ മാത്രമാണ്. ആ ഏപ്രിൽ മാസത്തിൽ ഫയർഫോഴ്സ് മേധാവിയായ
പത്മകുമാർ വിരമിക്കുന്നു. പത്മകുമാർ DGP റാങ്കിൽ നിന്ന് വിരമിക്കുമ്പോൾ അവിടേക്ക് നിലവിലത്തെ ക്ലിയറൻസ് ലിസ്റ്റ് പ്രകാരം, സ്ക്രീനിംഗ് കമ്മിറ്റി കൊടുത്ത ലിസ്റ്റ് പ്രകാരം, ഇന്ന് മന്ത്രിസഭ അംഗീകരിച്ച ലിസ്റ്റ് പ്രകാരം വരുന്നത് MR അജിത്കുമാറാണോ? അല്ല. അവിടെ വരുന്നത് ആരാണ്? ADGP മനോജ് എബ്രഹാമാണ്. ADGP മനോജ് എബ്രഹാം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 2031 വരെയാണ് കാലാവധി. സ്റ്റേറ്റ് പോലീസ് ചീഫ് ആവാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത സീനിയോറിറ്റി പ്രകാരമുള്ളത് ഈ മനോജ് എബ്രഹാമിനാണ്. സർക്കാരിന് അദ്ദേഹത്തിൽ വിശ്വാസ്യതയുമില്ല. ഇനി അടുത്ത വേക്കൻസി വരാൻ പോകുന്നത് ജൂൺ മാസം 30-ാം തീയതിയാണ്. അന്നാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് പോലീസ് ചീഫായ ഷെയ്ഖ് ദർവേഷ് സാഹിബ് DGP വിരമിക്കാൻ പോകുന്നത്. അങ്ങനെ വിരമിച്ചു കഴിഞ്ഞാൽ ഒരു DGP വേക്കൻസി വരും. ആ വേക്കൻസിയിലാണ് യഥാർത്ഥത്തിൽ MR അജിത്കുമാർ വരേണ്ടിയിരുന്നത്. പക്ഷേ അതിനിടയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ ഫെബ്രുവരിയിൽ പൂർത്തിയാക്കി സുരേഷ് രാജ് പുരോഹിത് വരും എന്നുള്ളത് കൊണ്ട് സുരേഷ് രാജ് പുരോഹിത് ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ചു വന്നാൽ വരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുമുണ്ട്. അങ്ങനെ വന്നാൽ ജൂലൈ മാസം 1-ാം തീയതി DGP ആവാൻ പോകുന്നത് സുരേഷ് രാജ് പുരോഹിതായിരിക്കും. പിന്നീട് 2025 ഒരു വേക്കൻസി റൈസ് ചെയ്യുന്നില്ല. പിന്നെ വരാൻ പോകുന്ന വേക്കൻസിയാണ് 2026 മാത്രം വരുന്ന നിതിൻ അഗർവാൾ എന്ന ഇപ്പോഴത്തെ ടെമ്പററി DGP ആയ നേരത്തെ മുൻ BSF മേധാവിയായിരുന്ന നിതിൻ അഗർവാൾ 2026 വിരമിക്കുമ്പോൾ മാത്രമാണ് MR അജിത്കുമാർ ADGP സ്ഥാനത്ത് നിന്നും DGP സ്ഥാനത്തേക്ക് വരിക. പക്ഷേ അങ്ങനെ വരുന്നതിന് മുൻപ് ഏകദേശം 1.5 വർഷത്തിന് മുമ്പ് ഈ വിജിലൻസിൽ ഏതെങ്കിലും ഒരു കേസ് വന്നാലോ ഏതെങ്കിലും ഒരു അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹത്തിനെതിരെ വന്നാലോ അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനക്കയറ്റത്തെ ബാധിക്കും. അതുകൊണ്ടാണ് നിലവിൽ ഈ ക്ലിയറൻസ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു അപകടമുണ്ട്. ആ അപകടം കൊണ്ട് ഞാൻ പറയാം. കാരണം ഏതെങ്കിലും തരത്തിൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആവാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന, DGP ആയി പ്രൊമോട്ട് ചെയ്യാൻ കരുതുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര് നിലവിൽ സ്ക്രീനിംഗ് കമ്മിറ്റി ക്ലിയറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ സമാനമായ പദവികളിലോ ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥരായിട്ടോ ജോലി ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു FIR ഇടുമെന്നോ അദ്ദേഹത്തിനെതിരെ ഒരു മെമ്മോ കൊടുക്കുമെന്നോ കരുതുക ബുദ്ധിമുട്ടാണ്. ഇതാണ് അതിനകത്ത് ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം. അതാണ്. പക്ഷേ ഇതിനെന്താ ചെയ്യാൻ കഴിയുക? MR അജിത്കുമാറിൻ്റെ പേര് ഒഴിവാക്കിക്കൊണ്ട് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് പേര് നിർദ്ദേശിക്കാൻ പറ്റുമോ? കഴിയില്ല എന്നത് തന്നെയാണ് വാസ്തവം. അപ്പോൾ പിന്നെ നമ്മൾ DGP ആയി സ്ഥാനക്കയറ്റം നൽകിയതൊരു പൊളിറ്റിക്കൽ ഫേവറിറ്റിസമാണ് എന്ന് പറയുന്നതിൽ കഴമ്പില്ല. പക്ഷേ ഇതിനകത്തൊരു അപകടമുള്ളത് ഇതാണ്. അത് രണ്ടും ചൂണ്ടിക്കാട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഈ വിഷയത്തിൽ കൂടെയുണ്ടോ എന്ന് ചോദിച്ചാൽ വസ്തുതാപരമായി അത് ശരിയല്ല. പക്ഷെ മുൻകാലങ്ങളിൽ സർക്കാർ കൂടെ ഉണ്ടായിരുന്നു MR അജിത്കുമാറിൻ്റേത് എന്നതും വാസ്തവം തന്നെയാണ് എന്നതാണ് എൻ്റെ ടേക്ക്. സർക്കാർ കൂടെയുണ്ടോ എന്നായിരുന്നു ചോദ്യം. സ്മൃതി, കൂട്ടിച്ചേർക്കാനുണ്ടോ? കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പം ഇത്രയധികം അന്വേഷണങ്ങൾ നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 2026 പരിഗണിക്കാൻ പോകുന്ന ഒരു വിഷയത്തിൽ മന്ത്രിസഭാ തീരുമാനം വളരെ വേഗത്തിൽ വരേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം അവിടെയുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്. നിലവിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്ക്രീനിംഗ് കമ്മിറ്റി 5 പേരുടെ പേര് പരിഗണിക്കുമ്പോൾ ഏത് കണ്ടീഷൻ്റെ പുറത്ത്, ഏത് മാനദണ്ഡ പ്രകാരം MR അജിത്കുമാറിനെ മാറ്റി നിർത്തും? ഒന്നിലധികം അന്വേഷണങ്ങളുണ്ടല്ലോ. ഏതൊക്കെ കാര്യത്തിലാണ് അന്വേഷണം നടക്കുന്നത് കൊണ്ട് സ്ക്രീനിംഗ് കമ്മിറ്റി പരിഗണിക്കില്ല എന്ന് DGPയെ പരിഗണിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മാനദണ്ഡം ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇതിപ്പോൾ പരിഗണിക്കേണ്ട ആവശ്യം എന്താന്നേ? നാളെ വരാൻ പോകുന്ന ഒരു കാര്യമല്ല. സ്ക്രീനിംഗ് കമ്മിറ്റി കൊടുക്കുന്ന 6 പേരുടെ ലിസ്റ്റ് ഈ മന്ത്രിസഭാ യോഗം ശരി, അങ്ങനെയാണ് മന്ത്രിസഭാ യോഗത്തിൽ ഇത് പറയാം. ഇതിപ്പോൾ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥരാണ്, ആ കാര്യം പിന്നീട് തീരുമാനിക്കാൻ കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ അതേപടി നടപ്പാക്കാനല്ല മന്ത്രിസഭ കൊടുക്കുന്ന ഒരു തീരുമാനത്തിൽ നിന്ന് മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അത് ചട്ടപ്രകാരമായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണല് മന്ത്രിസഭയ്ക്കെതിരെയായിരിക്കും തീരുമാനം എടുക്കാൻ പോകുന്നത്. ചട്ടപ്രകാരം RSS ADGP കൂടിക്കാഴ്ചയൊക്കെ ന്യായീകരിച്ചോളൂ. ഇതുവരെ ഒരു രാഷ്ട്രീയ മറുപടി മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. രാഷ്ട്രീയ മറുപടി ഇതിൽ നൽകേണ്ടതുണ്ട്. ഒരു DGP BJP ആയി, ഒരു DGP അപ്പാടെ BJP ആയിക്കോട്ടെ. പിന്തുണച്ചുകൊണ്ട് നിയമസഭയിൽ സംസാരിച്ച നേതാക്കളാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നത്. അല്ല, പ്രതിപക്ഷത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ആ പ്രതിപക്ഷമാണ് പറയുന്നത്. ADGP MR അജിത്കുമാർ BJP RSS നേതാക്കളെ കാണാൻ പോയതിന്റെ പേരിൽ DGP പ്രൊമോഷൻ കൊടുക്കാൻ പറ്റില്ലെന്ന്. ഏത് ചട്ടപ്രകാരം ഒരു RSS നേതാവിനെ കാണാൻ പോയതിന്റെ പേരിൽ സ്ഥാനക്കയറ്റം നിഷേധിക്കണമെന്ന് പറയുന്നത്? നിങ്ങൾക്ക് വകുപ്പ് കൊടുക്കാം. CP പറഞ്ഞ ആർഗ്യുമെന്റ് കറക്റ്റാ. ജനങ്ങളുമായി ഇടപഴകുന്ന ഒരു സുപ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഇയാൾ അയോഗ്യനാണ്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ DGP എന്ന് പറയുന്ന സർവീസിലെ ഒരു സ്ഥാനക്കയറ്റമാണ്. ആ പ്രൊമോഷൻ എങ്ങനെ RSSനെ കണ്ടു എന്ന പേരിൽ നിഷേധിക്കും? ഞാൻ രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. മന്ത്രിസഭാ യോഗത്തിന് ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി കൊടുക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി പറയുന്ന അതേപടി അംഗീകരിക്കാനല്ലേ മന്ത്രിസഭ ഇരിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി പറയുന്നതിൽ നിന്ന് നോക്കൂ, 5 പേരുടെ ലിസ്റ്റ്. അതാണ് ഞാൻ എണ്ണി പറഞ്ഞത്. ഒന്ന് മനോജ് എബ്രഹാം, ഒന്ന് സുരേഷ് രാജ് പുരോഹിത്, ഒന്ന് MR അജിത്കുമാർ, ഒന്ന് വിജയ് സാഖറെ, ഒന്ന് നേരിടുന്ന ഉദ്യോഗസ്ഥനാണല്ലോ ആണല്ലോ ഇതിൽ മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, MR അജിത്കുമാർ, വിജയ് സാഖറെ 5 പേരുടെ ലിസ്റ്റ് കൊടുക്കണം.
കേൾക്കൂ, അഞ്ച് പേരുടെ കൊടുത്തോളൂ. ലിസ്റ്റ് കൊടുക്കണം. ഒപ്പം തന്നെ കേൾക്കൂ. ക്രമപ്രകാരം എം.ആർ. അജിത് 2026 വരേണ്ടതാണ് അജിത് കുമാർ. എം.ആർ. അജിത് കുമാറിനെ പക്ഷേ എങ്ങനെ ഒഴിവാക്കും? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ഈ പേരുകൾ പറയുന്നതിനൊപ്പം 2026 പരിഗണിക്കപ്പെടേണ്ട ഈ 2026 പേരാണ് പരിഗണിക്കുന്നു അജിത് എന്നുള്ളതല്ല കുമാർ. മാനദണ്ഡം. പക്ഷേ അടുത്ത ഇപ്പോൾ ലിസ്റ്റിൽ അന്വേഷണം വരുന്ന- നേടുന്നതുകൊണ്ട് ഇപ്പോൾ അതിന്മേൽ തീരുമാനം എടുക്കുന്നില്ല എന്ന് നമുക്ക് ADGP-യിൽ തീരുമാനിക്കാം. നിന്ന് DGP ആയി പ്രൊമോട്ട് ചെയ്യുന്ന 5 പേരുടെ ലിസ്റ്റ് കൊടുക്കണം എന്നുള്ളത് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മാനദണ്ഡമാണ്. ആ സ്ക്രീനിംഗ് കമ്മിറ്റി സീനിയോറിറ്റി പരിഗണിച്ച് 5 പേരുടെ പേര് തയ്യാറാക്കുന്നു. ആ 5 പേരുടെ പേര് മന്ത്രിസഭയുടെ മുന്നിൽ വെക്കുമ്പോൾ എങ്ങനെ ഒഴിവാക്കും? സ്മൃതി പറ. അതല്ലേ ഇപ്പൊ പറഞ്ഞത്. എങ്ങനെ ഒഴിവാക്കും? അന്വേഷണം നടക്കുന്നതുകൊണ്ട് പരിഗണിക്കാൻ പറ്റില്ല എന്ന് ചട്ടത്തിലുണ്ട്. അതിപ്പോ പറയാൻ പറ്റില്ല. എങ്ങനെ പറയാൻ പറ്റും? അതിപ്പോൾ മന്ത്രിസഭയ്ക്ക് തൽക്കാലം മന്ത്രിസഭ തീരുമാനിക്കേണ്ട എന്ന് പറയാം. എങ്ങനെ മന്ത്രിസഭയ്ക്ക് തീരുമാനിക്കാൻ പറ്റും? മന്ത്രിസഭയ്ക്ക് ഇത്രയും അങ്ങനെയാണെങ്കിൽ ലിസ്റ്റ് മുഴുവൻ cancel ആവില്ലേ? തീരുമാനിക്കേണ്ട. ആ ലിസ്റ്റ് മുഴുവൻ cancel ആവില്ലേ? അല്ല, അതെങ്ങനെയാ ലിസ്റ്റ് മുഴുവനല്ലോ പറയുന്നത്. പിന്നെ ഇതിൽ ഞാൻ അന്വേഷണം പറയാം. നേടുന്ന ഉദ്യോഗസ്ഥനാണ്. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഒരു ഉദ്യോഗസ്ഥനെ- അതിന്മേൽ പിന്നീട് തീരുമാനം എന്ന മന്ത്രിസഭയ്ക്ക് തീരുമാനിക്കാവുന്നതാണ്. എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? മന്ത്രിസഭയ്ക്ക് അങ്ങനെ ഒരു വിവേചനാധികാരമുണ്ടോ സ്ക്രീനിംഗ് കമ്മിറ്റി കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ മാറ്റാൻ? ആ സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനിക്കുന്ന കാര്യങ്ങൾ അതേപടി നടപ്പാക്കാനാണ് മന്ത്രിസഭയെങ്കിൽ അങ്ങനെ മതി. ആ ചട്ടപ്രകാരമാണ് പ്രവർത്തിച്ചാൽ മതി. ഈ സർക്കാർ സ്ക്രീനിംഗ് സാഹചര്യത്തിൽ പ്രവർത്തിച്ചാൽ ഇത് മതി. നോക്കൂ. രാഷ്ട്രീയമില്ലാതെ പ്രവർത്തിച്ചാൽ മതി. മന്ത്രിസഭയ്ക്ക് പൊളിറ്റിക്കലായിട്ട് പ്രൊമോഷൻ തടയാൻ എവിടെ അധികാരമുള്ളത്? ശരി, ഞാൻ എന്റെ അഭിപ്രായം സർവീസ് പറഞ്ഞു. ചട്ടത്തിൽ പൊളിറ്റിക്കലായിട്ട് പ്രമോഷൻ മന്ത്രിസഭയ്ക്ക് അധികാരമുള്ളത്. മന്ത്രിസഭയ്ക്ക് മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ അഭിപ്രായങ്ങൾ എന്താണ് പറയുന്നത്? അത് രേഖപ്പെടുത്താം. സർവീസ് റൂൾ അല്ലേ? അത് UPC റൂൾ അല്ലേ? അതിലെങ്ങനെ മന്ത്രിസഭയ്ക്ക് ഇടപെടാൻ പറ്റുക? ഏതെങ്കിലും തരത്തിൽ മെമ്മോ കൊടുത്ത ഒരാളുടെ പേര് ഈ ചാർജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാം. മെമ്മോ കൊടുത്തിട്ടില്ല, ചാർജ് ഷീറ്റ് ഉൾപ്പെട്ടിട്ടില്ല, FIR ഇല്ല. പിന്നെ ഏതു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി പ്രാഥമിക അന്വേഷണം മാത്രം മതി എന്ന് തീരുമാനിച്ചത് ഏത് തരത്തിലാണ്? ആര് പറഞ്ഞു പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന്? പ്രാഥമിക അന്വേഷണമായിരുന്നു ആദ്യ ഘട്ടത്തിൽ നടന്നത്. അതിനുശേഷം DGP നടന്ന പ്രാഥമിക അന്വേഷണം അല്ലല്ലോ. ശരി, അതിന്റെ റിപ്പോർട്ട് എവിടെ? ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്നാലല്ലേ പറ്റൂ. റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് എങ്ങനെയാ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നോക്കൂ. നമ്മളിവിടെ ഗോപാലകൃഷ്ണന്റെ കാര്യത്തിലും പ്രശാന്തിന്റെ കാര്യത്തിലും ഒക്കെ എങ്ങനെയാണ് രാഷ്ട്രീയമായും ഒക്കെ തീരുമാനങ്ങൾ? അതുപോലെയാണോ പ്രൊമോഷന്റെ കാര്യം? ഇല്ല, പ്രൊമോഷന്റെ കാര്യത്തിലും ഈ കാര്യം ഇപ്പോൾ പരിഗണിക്കും. ഇപ്പോൾ അത് പറയുന്നില്ല എന്നെങ്കിലും പറയാലോ. എങ്ങനെ പറ്റും? നിങ്ങൾ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നിന്ന് 5 പേരിൽ ഒരാളുടെ പേര് നിങ്ങൾ എങ്ങനെ ഒഴിവാക്കും? അത് പറയൂ. അഭിപ്രായം പറഞ്ഞു. അല്ല, അഭിപ്രായം പറയുമ്പോൾ അതിനൊരു വസ്തുതാപരമായി പറയണ്ടേ? മാനദണ്ഡം ഇല്ല. രാഷ്ട്രീയമില്ലാതെ മന്ത്രിസഭാ യോഗത്തിന് തീരുമാനമെടുക്കാൻ രാഷ്ട്രീയമില്ലാതെ എടുക്കേണ്ടി വരുമെന്നാണ് താങ്കൾ പറയുന്നെങ്കിൽ അങ്ങനെ ആവട്ടെ. സർവീസ് പ്രൊമോഷൻസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മാനദണ്ഡപ്രകാരമല്ലാതെ നൽകുന്ന റിപ്പോർട്ട് അതേപടി അംഗീകരിക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്നെങ്കിൽ അത്ര ദുർബലമാണ് ഈ സംവിധാനമെങ്കിൽ അങ്ങനെ ആവട്ടെ. ദുർബലമല്ല, അത് ശക്തിയാണ്. നാളെ ഏതെങ്കിലും മന്ത്രിസഭയുടെ പേരിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് അർഹതപ്പെട്ട സ്ഥാനക്കയറ്റം നിഷേധിക്കാതിരിക്കാനുള്ളതാണ് ഈ സർവീസ് റൂൾസ്. ശരി, അർഹതപ്പെട്ട ആ സംവിധാനത്തെ കുറിച്ചാണല്ലോ നമ്മൾ കുറെ കാലം ചർച്ച ചെയ്ത് അദ്ദേഹത്തിന്റെ അർഹതയെ പറ്റിയാണല്ലോ. എന്താണ് അർഹത? മാറ്റുന്നില്ല. അർഹതയുടെ കുറവ് എന്താണ്? അർഹതയുടെ കുറവ് എന്താണ്? ചട്ടപ്രകാരം അജണ്ടയിൽ ഇല്ലാതെ LDF-ൽ ചർച്ച ചെയ്തിട്ടാണല്ലോ ഇതൊക്കെ നടന്ന കാര്യങ്ങൾ. വായിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇതൊക്കെ നമ്മൾ സ്റ്റുഡിയോ റൂമിലിരുന്നും നമ്മൾ മാധ്യമപ്രവർത്തകർ പറയാണ് ഈ സർക്കാർ ചെയ്ത് ശരിയല്ല. ചട്ടപ്രകാരം അതേ ചെയ്യാൻ കഴിയുമെങ്കിൽ അതല്ലേ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ ചട്ടം മാറ്റൂ. ഓരോ സർവീസ് ഓരോ ഉദ്യോഗസ്ഥന്റെയും സ്ഥാനക്കയറ്റത്തിൽ മന്ത്രിസഭയ്ക്ക് പൊളിറ്റിക്കലായി തീരുമാനമെടുക്കാം എന്നതാണോ നമ്മുടെ അഭിപ്രായം? ബ്യൂറോക്രസിയിൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. അഭിപ്രായത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, മന്ത്രിസഭാ യോഗമെടുത്ത തീരുമാനത്തെ കുറിച്ച്. ഇതൊരു ബ്യൂറോക്രാറ്റിക് എഫേർട്ടാണെന്നേ ADGP DGP ആക്കുക എന്നുള്ളത്. സർക്കാർ കൂടെയുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടെ ഇല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. റിസൾട്ട് Meet the editors.